അസ്സലാമലൈക്കും ഗൈസ്. അപ്പോൾ 9 നോമ്പ് ഇന്നത്തോടെ കംപ്ലീറ്റ് ആവും. റമദാൻ മാസത്തിന്റെ 3-ൽ1 ഭാഗം നാളത്തോടെയും കംപ്ലീറ്റ് ആവും. അപ്പോൾ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റമദാൻ മാസത്തിൽ നിസ്കാരത്തിന്റെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സക്കാത്ത് കൊടുക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ്. ആരെ പേഴ്സിലും ആരെ കയ്യിലും പൈസ ഉണ്ടാവില്ല. എപ്പോഴും കാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ക്രെഡിറ്റ് കാർഡ്, ഡെബിറ്റ് കാർഡ്, മറ്റേ കാർഡ്, മറ്റേ കാർഡ്, അതേ ഉണ്ടാവുള്ളൂ. എൻ്റെ അവസ്ഥയിലല്ലേ പറയുന്നത്. അതേമാതിരി കുറേ ആൾക്കാരുണ്ടാവും വിചാരിക്കും. അപ്പൊ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് പൈസ ഈ മാസം പേഴ്സിൽ ചില്ലറയാക്കി എപ്പോഴും പേഴ്സിൽ എടുത്തു വെക്കാൻ ശ്രമിക്കുക. ഈ പൈസ എടുത്തു വെക്കാൻ എന്തിനാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സക്കാത്ത് കൊടുക്കാൻ ചിന്തിച്ചാൽ പോലും പുണ്യം കിട്ടുന്ന ഒരു മതമാണ് നമ്മൾ. അങ്ങനെയാണ് നമ്മളെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ കൊടുത്താലുള്ള കാര്യം പറയണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ, നിങ്ങളെ ഓഫീസിലോട്ട് ഇറങ്ങുമ്പോൾ രാവിലെ സ്ട്രീറ്റ് ക്ലീൻ ചെയ്യുന്ന ആളെ കാണുമ്പോൾ ഒരു 5 റിയാൽ കൊടുത്താൽ നമ്മുടെ മനസ്സ് തോന്നുകയാണ് അതിന് തന്നെ എനിക്ക് പുണ്യം കിട്ടി. അപ്പോൾ കൊടുത്താലുള്ള അവസ്ഥ പറയണ്ടല്ലോ. അത് റമദാൻ മാസത്തിൽ ഇപ്പോൾ ജുമാക്കൊക്കെ പോകുമ്പോൾ പള്ളി ക്ലീൻ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവർക്ക് 10 റിയാൽ കൊടുത്താൽ അങ്ങനെ മനസ്സ് തോന്നും. പേഴ്സിൽ ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റുള്ളൂ. ശ്രദ്ധിക്കുക. എന്താന്ന് പറഞ്ഞാൽ, സക്കാത്ത് വിൽ സ്റ്റോപ്പ് ദ കലാമിറ്റീസ് കമ്മിങ് ടു യു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ആപത്തുകളെല്ലാം സക്കാത്ത് തടഞ്ഞു നിർത്തും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സീ യു വിത്ത് അനദർ വീഡിയോ. ശ്രദ്ധിക്കുക. അസ്സലാമു അലൈക്കും.